ഉമർ ഫൈസി മുക്കത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അദ്ദേഹത്തിന്റെ നയങ്ങൾ വളരെ കൃത്യമായി ആരെയും ഭയപ്പെടാതെ പറയുന്ന സമസ്തയിലെ ഒരു നേതാവാണ്. സമസ്തയുടെ നിലവിലെ സെക്രട്ടറിമാരിൽ ഒരാളാണ് ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരു മഹാപണ്ഡിതനും കൂടിയാണ് ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്നത്. നമുക്കറിയാം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി യാത്ര ഇന്നലെ കോഴിക്കോട് വളരെ വലിയ സമ്മേളന പരിപാടിയോടുകൂടി അതിൻ്റെ സ്വീകരണമുണ്ടായി എന്നുള്ളതാണ്. അതിൽ ഉമർ ഫൈസി മുക്കം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട്, പ്രത്യേകിച്ചും ഈ ഒരു സന്ദർഭത്തിൽ ഈ ശതാബ്ദി യാത്ര തുടങ്ങിയത് മുതൽ മുസ്ലിം ലീഗ് പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ മലപ്പുറത്ത് എത്തുന്നത് വരെ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സാദിഖ് അലി തങ്ങൾ അങ്ങ് ശതാബ്ദി യാത്രയുടെ തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ടത് മലപ്പുറത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും മലപ്പുറത്ത് നിന്ന് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അങ്ങനെയുള്ള നേതാക്കളൊക്കെ ശതാബ്ദി യാത്രയുടെ ഭാഗമായി അങ്ങ് നടത്തേണ്ട ഉദ്ഘാടനം മലപ്പുറത്തെ പരിപാടിയിലേക്ക് നീണ്ടുപോയി എന്ന് മാത്രം. പക്ഷെ ഇന്നലെ ഈ കോലാഹലങ്ങൾക്കൊക്കെയും ശേഷം ഉമർ ഫൈസി മുക്കം കോഴിക്കോട് വളരെ ശക്തവും കൃത്യവുമായി സമസ്തയുടെ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഈ സമസ്ത EK വിഭാഗം എന്ന് പറയുന്നത് ലീഗിനോട് എന്നും ചേർന്ന് നിൽക്കുന്നു എന്നായിരുന്നു പണ്ട് കാലം മുതലേ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. സമസ്തയും ലീഗും ദീനും ഒന്നാണ്, അല്ലെങ്കിൽ സമസ്തയും ലീഗും ഒന്നാണ് എന്ന് സമസ്തക്കാരും ലീഗുകാരൊക്കെ പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഉമർ ഫൈസി മുക്കം വളരെ കൃത്യമായി സമസ്തയുടെ നിലപാട് പറയുകയാണ്. സമസ്തയിൽ വ്യക്തിപരമായി പല രാഷ്ട്രീയക്കാരും ഉണ്ടാകും, പക്ഷെ സമസ്തക്ക് എന്തില്ല, സമസ്തക്ക് രാഷ്ട്രീയമില്ല. ഇന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് എന്ന് ചില മാധ്യമങ്ങൾ മുദ്ര കുത്തുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള ഒരു പരിപാടിയും വേണ്ടതില്ല. സമസ്തക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിലും സമസ്ത പോകില്ല. സമസ്തക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു പരിപാടി സമസ്തക്കില്ല. അത് ചിലർക്ക് ദഹിക്കുന്നില്ല എന്നും ഉമർ ഫൈസി മുക്കം അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഉമർ ഫൈസി മുക്കത്തിന്റെ ആ വോയിസ് ഒന്ന് കേൾക്കാം. ഇല്ല, പക്ഷേ ഈ ചാനലുകാരും മറ്റു ഈ മീഡിയ സോഷ്യലിലൊക്കെ തന്നെ ചിലരൊക്കെ ചിലതാക്കി മുദ്ര കുത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മളാരും ഉത്തരവാദിയല്ല, എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാട് പലവട്ടം പ്രഖ്യാപിച്ചതാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ ഒരു ബന്ധമോ അല്ലെങ്കിൽ അകൽച്ചയോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മളെ സയ്യിദുൽ ഉലമ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിലർക്ക് ദഹിക്കുന്നില്ല. അപ്പൊ അതാണ് സമസ്തയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു പ്രത്യേകമായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് അടിയറവ് വെക്കുന്ന, ഒരു പാർട്ടിക്ക് അടിയറവ് വെക്കുന്ന ഒരു സ്വഭാവം സമസ്തക്കില്ല. സമസ്ത പലവട്ടം പറഞ്ഞതാണ്. സമസ്തയിൽ ചിലപ്പോൾ പല പാർട്ടിക്കാരും കാണും, മുസ്ലിം ലീഗുകാർ കാണും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ കാണും, അതുപോലെ മറ്റ് ചില പാർട്ടിക്കാരൊക്കെ സമസ്തയിൽ കാണുമെന്നാണ് ഈ ഉമർ ഫൈസി മുക്കം പറഞ്ഞതിൻ്റെ അർത്ഥം. ആ രീതിയിൽ തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയെ നയിക്കുകയും ചെയ്യുന്നത്. ഇത് ചിലർക്ക് പറ്റുന്നില്ല എന്നാണ് ഉമർ ഫൈസി തുറന്നടിച്ചത്. ആർക്ക് പറ്റുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ ജാഥ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയ സമയത്ത് ഇങ്ങ് മലപ്പുറത്ത് എത്തുന്നത് വരെ ഒരു വിഭാഗം സഹകരിച്ചില്ല എന്നുള്ളതാണ്. ആ വിഭാഗത്തെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉമർ ഫൈസി മുക്കം ഇത്തരത്തിൽ ഒരു അമ്പെയ്തിട്ടുള്ളത് എന്ന് വേണം പറയാൻ. അതായത് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്തയും ഇങ്ങനെ മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല. മുമ്പൊക്കെ നമുക്കറിയാം സമസ്തയുടെ നിലപാടെന്ന് പറയുന്നത്, സമസ്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, രാഷ്ട്രീയപരമായി ഏതെങ്കിലുമൊക്കെ ഇടപെടൽ നടത്തണമെങ്കിൽ അത് മുസ്ലിം ലീഗിനോട് പറഞ്ഞ് മുസ്ലിം ലീഗ് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നതിന് ശേഷം ജിഫ്രി തങ്ങൾ തന്നെ സ്വയം നിയന്ത്രിക്കുകയും മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നയിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളത് ചിലർക്ക് പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഉമർ ഫൈസി മുക്കം ഇവിടെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇത്തരത്തിൽ പല വാദങ്ങൾ, ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെതിരെ പല സമയങ്ങളിലായി ഒളിയമ്പുകൾ എറിയുന്നത് കൊണ്ട് തന്നെ ഉമർ ഫൈസിയെ മുക്കത്തെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാക്കിയും
ഉമർ ഫൈസി മുക്കം മാർക്സിസ്റ്റുകാരനാണെന്നും മറ്റുമൊക്കെ മുദ്ര കുത്തുന്ന ചില ആളുകളുണ്ട്. അദ്ദേഹം വളരെ ശക്തമായും കൃത്യമായും പല സമയങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം ഇല്ല എന്ന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളാണ്, മുസ്ലിം ലീഗ് അനുഭാവിയാണ്. പക്ഷേ സമസ്തയുടെ രാഷ്ട്രീയം പറയുമ്പോൾ അത് കൃത്യമായി അറിയാവുന്ന പണ്ഡിതന്മാർ ദീനീ സംഘടന എന്ന നിലക്ക് സമസ്തയുടെ രാഷ്ട്രീയം പറയുമ്പോൾ ഒരാളെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് ആക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എൻ്റെ ഒരു നിലപാട്, എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനേ അല്ല. പക്ഷെ അദ്ദേഹം നല്ല ഒരു പണ്ഡിതനാണ്. അദ്ദേഹം സമസ്തയുടെ നിലപാടുകൾ ആരെയും ഭയപ്പെടാതെ തുറന്നു പറയുന്നു എന്നുള്ളതാണ്. അതിനെ അദ്ദേഹത്തെ ഇങ്ങനെ കൊച്ചാക്കുകയും ചില മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഉമർ ഫൈസി മുക്കത്തെ കണ്ണെടുത്ത് കണ്ടുകൂടാ എന്നുള്ളതാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അവർ ഇത്തരത്തിൽ അങ്ങ് പറഞ്ഞു കളയും. പക്ഷേ ഉമർ ഫൈസി മുക്കം സമസ്തയുടെ രാഷ്ട്രീയവും സമസ്തയുടെ നിലപാടും തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പല സമയങ്ങളിലായി ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ട് വിമർശനത്തിന് വിധേയനായ ഒരു വ്യക്തി കൂടിയാണ് ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പണ്ടത്തിൽ നിന്ന് വിഭിന്നമായി മുഖ്യമന്ത്രിയെ വിളിക്കണമെങ്കിൽ ആരോടും പറയാതെ മുഖ്യമന്ത്രിയെ നേരിട്ടങ്ങ് വിളിക്കും, ഇതും ചിലർക്ക് പറ്റുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ അത് പറയാനൊന്നും നമുക്ക് കഴിയില്ല. ഇതാണ് ഇപ്പോൾ ഒരു തർക്കം. ഇപ്പൊ മുഖ്യമന്ത്രി ആരാച്ചാൽ മുഖ്യമന്ത്രിനോട് ഞങ്ങൾ ബന്ധപ്പെടേണ്ടി വരും, മന്ത്രിമാരോട് ബന്ധപ്പെടേണ്ടി വരും. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന പൗരന്മാർ തന്നെ, നമുക്കിവിടെ ആവശ്യങ്ങളില്ലേ, ആവശ്യങ്ങൾ ഉണ്ടാവും. നമുക്കെതിരായി വരുന്ന സംഗതികൾക്ക് നമ്മൾക്ക് എന്താക്കണം, പ്രതിരോധിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നു നമ്മൾ സയ്യിദുൽ എന്നുള്ളതാണ് ചിലരൊക്കെ കാണുന്ന തെറ്റ്. അത് ആ തെറ്റാണെങ്കിൽ തെറ്റുകൾ മനസ്സിലാട് വെച്ച വേറൊന്നുമില്ല. അതാണ്, മുഖ്യമന്ത്രിയെ നേരിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിളിക്കുന്നു എന്നുള്ളതാണ് ചിലർ കാണുന്ന തെറ്റ്. അങ്ങനെ നിങ്ങൾ തെറ്റായി കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിട്ട് വെച്ചോ എന്നാണ് ഉമർ ഫൈസി പറഞ്ഞിട്ടുള്ളത്. ഉമർ ഫൈസി മുക്കത്തിന് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണുള്ളത്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ മൂടിപ്പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. പണ്ടൊക്കെ നമുക്കറിയാം, മുസ്ലിം ലീഗിനോട് പറഞ്ഞ് ലീഗ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുമായി അടുത്ത് ബന്ധപ്പെടുന്നു, മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു. അതുപോലെ പല രാഷ്ട്രീയ നേതാക്കളുമായും മുസ്ലിം ലീഗിനെ ഇടയാളനാക്കാതെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലർക്ക് പറ്റുന്നില്ല. നമ്മളും ഇവിടുത്തെ പൗരന്മാരനല്ലേ എന്നാണ് ഉമർ ഫൈസി ചോദിക്കുന്നത്. ഏതായാലും ഈ കോഴിക്കോട് സമ്മേളനത്തിൽ മലപ്പുറത്ത് വളരെ ഗംഭീരമായി മുസ്ലിം ലീഗും സമസ്തയും ഉദ്ഘാടനവും അതുപോലെ ഈ സന്ദേശയാത്രയുടെ സ്റ്റേജ് കയ്യേറലും ഒക്കെ നടന്നെങ്കിൽ, അങ്ങ് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ കയ്യേറിയതുപോലെ മലപ്പുറത്ത് മുസ്ലിം ലീഗ് കയ്യേറിയെങ്കിൽ കോഴിക്കോട് എത്തുമ്പോഴേക്ക് പിക്ചർ മൊത്തത്തിലങ്ങ് മാറി എന്നുള്ളതാണ്. ഉമർ ഫൈസി മുക്കം തൻ്റെ സ്ഥിരം നിലപാട് പറച്ചിലിലൂടെ മുസ്ലിം ലീഗിനെതിരെ ഒളിയമ്പുകൾ വീണ്ടും ഉതിർത്തിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ഈ വാക്കുകളൊക്കെ പോയി കൊള്ളുന്നത്, അദ്ദേഹം ഉദ്ദേശിച്ചത് ഏതാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പോയി കൊള്ളുന്നത് കൃത്യമായും മുസ്ലിം ലീഗിനെ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉമർ ഫൈസി ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയിട്ടില്ല. ഉമർ ഫൈസി തന്നെയായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.